ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന 20/5/2024 നടന്ന കൂലി വർക്കർ മെയിൻ എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ്. ഇനി വരുന്ന ജൂലൈയിൽ ആരംഭിക്കുന്ന LDC പരീക്ഷയ്ക്കും അത് കഴിഞ്ഞ് വരുന്ന LGS പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ നോക്കുക, വർക്കൗട്ട് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? എ, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇതിൽ ഓപ്ഷൻ സി, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതാണ് ഇത് ആർട്ടിക്കിൾ 19 ഉൾപ്പെടുന്നത് കേട്ടോ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. രണ്ടാമത്തെ ചോദ്യം, സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44-ാം ഭേദഗതി. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ, 44-ാം ഭേദഗതിയിലൂടെയാണ്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? അമേരിക്ക കേട്ടോ, ഓപ്ഷൻ എ ആണ് ആൻസർ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? അമേരിക്ക, ഓപ്ഷൻ എ ആണ് ആൻസർ. നാലാമത്തെ ചോദ്യം, മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ, സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്, സ്വരൺ സിംഗ് കമ്മിറ്റി. അടുത്തത്, ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി, രാഷ്ട്രപതിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ഓർത്തിരിക്കുക, പാർലമെന്റിന്റെ അധ്യക്ഷത, ഈ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരിക്കും? ലോകസഭാ സ്പീക്കർ ആയിരിക്കും. ആ ലോകസഭാ സ്പീക്കർ ഇല്ല എങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും അധ്യക്ഷൻ. അതേപോലെ ലോകസഭാ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ല എങ്കിൽ രാജ്യസഭാ ഉപാധ്യക്ഷനായിരിക്കും പാർലമെന്റ് സംയുക്ത സമ്മേളനം അതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. എന്നാൽ വിളിച്ചു ചേർക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇനി ആറാമത്തെ ചോദ്യം, 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? തൃശ്ശൂർ കേട്ടോ, തൃശ്ശൂരാണ്. ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്. ഏഴാമത്തെ ചോദ്യം, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി, വൈകുണ്ഠസ്വാമികളാണ്. എട്ടാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപം, ബി ആണ് ആൻസർ കേട്ടോ. ആദ്യ കലാപം എന്നാണ് നമുക്കറിയാം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന 5 ദിന കലാപമാണ് 1697. ഇതെന്നാണ് ആറ്റിങ്ങൽ കലാപം 1721 ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം. ഓപ്ഷൻ ബി, ആറ്റിങ്ങൽ കലാപമാണ്. ഒൻപതാമത്തെ ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാട് കേട്ടോ, ഈ ഓപ്ഷൻ സി ആണ് ആൻസർ. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്, ഓപ്ഷൻ സി ആണ് ആൻസർ. പത്താമത്തെ ചോദ്യം, 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയാണ്? ഓപ്ഷൻ എ, ഗൗരി പാർവതി ഭായ്. ഓപ്ഷൻ എ ആണ് ആൻസർ, ഗൗരി പാർവതി ഭായ്. 11ാമത് ചോദ്യം, G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഒന്ന് ഓപ്ഷൻ എ കൊടുത്തേക്കുന്നത്, G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല. 1998 G20 രൂപീകരിക്കപ്പെട്ടത്. എല്ലാ വർഷവും G20 ഉച്ചകോടി നടക്കാറുണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ, 1998 G20 രൂപീകരിക്കപ്പെട്ടത്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ, 98 G20 രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ തെറ്റായ പ്രസ്താവനയാണിത്, 1998 G20 രൂപീകരിക്കപ്പെട്ടത് എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. 12ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? കണ്ണൂരാണ് കേട്ടോ, കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചോദിച്ചാൽ നമുക്കറിയാം, ചേർത്തലയാണ്. ഓക്കെ. 13, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ഓപ്ഷൻ ബി, നമുക്കറിയാവുന്നതാണ്, റൗലറ്റ് ആക്ട്. ഓപ്ഷൻ ബി ആണ്, റൗലറ്റ് ആക്ട്. 14ാമത്തെ ചോദ്യം, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിയുടെ. ഓപ്ഷൻ എ ആണ് ആൻസർ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? ഗാന്ധിജി. 15ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനമാണ് കേട്ടോ, ലാഹോർ സമ്മേളനമാണ് കേട്ടോ. 16ാമത്തെ ചോദ്യം, ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ, 15ന്റെ ഓപ്ഷൻ ഡി. 16ാമത്തെ ചോദ്യം, ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, കഴ്സൺ പ്രഭുവാണ്, കഴ്സൺ.
17-ാമത് ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ഓപ്ഷൻ സി ആണ് സരോജിനി നായിഡു. സരോജിനി നായിഡു ആണ് ആൻസർ. 18-ാമത്തെ ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ്. ഓപ്ഷൻ എ ആണ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ കേട്ടോ. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. 20-ാമത്തെ ചോദ്യം, ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്? ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ കേട്ടോ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ച സോവിയറ്റ് യൂണിയൻ. 20-ാമത്തെ ചോദ്യം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയെ നമുക്കറിയാം. APJ അബ്ദുൽ കലാം. മിസൈൽ വുമൺ ആരാണ്? ടെസി തോമസ് ആണെന്ന് നമുക്കറിയാം കേട്ടോ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം. 21, കാലുകൾ കൊണ്ട് വാഹനമോടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിതയാണ്. ഓപ്ഷൻ ബി ജിലുമോൾ മാരിയറ്റ് തോമസ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ജിലുമോൾ മാരിയറ്റ് തോമസ്. 22, 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ഓപ്ഷൻ ബി ശ്രീലങ്ക. 23-ാമത്തെ ചോദ്യം, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തിയാര്? ഓപ്ഷൻ ബി പോറ്റി ശ്രീ രാമലു ആണ് കേട്ടോ. പോറ്റി ശ്രീ രാമലു ആണ് ആൻസർ. നമുക്കറിയാം ബാക്കി 3 പേരും ആ കമ്മീഷനിലുണ്ടായിരുന്നു. ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടി സമരം ചെയ്തിട്ട് നിരാഹാരം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തിയാണ് പോറ്റി ശ്രീ രാമലു. നമുക്കറിയാം പുള്ളി അതിനകത്തില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. 24-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്ന ഏതെല്ലാം? ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം എന്നാണ്. 1, ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സ്വാശ്രയത്വം. ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ, ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, ഇത് 3ഉമാണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം നമുക്കറിയാം. ഓപ്ഷൻ ബി ശാസ്താംകോട്ടക്കായലാണ് കേട്ടോ. ശാസ്താംകോട്ടക്കായൽ. 26-ാമത്, കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? നമുക്കറിയാം ഓപ്ഷൻ എ 9 എണ്ണമാണ് കേട്ടോ. 9 ജില്ലകളാണ് കടൽ തീരമുള്ളത്. 27-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഡെക്കാൻ പീഠഭൂമി. 28-ാമത്തെ ചോദ്യം, പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ശബരിഗിരി പമ്പ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. 29-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? സിയാച്ചിൻ, ഇന്ദിരാ കോള്, ഇന്ദിരാ പോയിന്റ്, റാൻ ഓഫ് കച്ച്. അപ്പോൾ ഇതാണ് ആൻസർ. ഏതാണ്? ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ് കേട്ടോ. ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ്. 30-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ കേട്ടോ. ആലപ്പുഴ. ഓപ്ഷൻ ഡി ആലപ്പുഴ. 31-ാമത്തെ ചോദ്യം, നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? ഏത് കായലാ? പുന്നമടക്കായലാണ് കേട്ടോ. പുന്നമടക്കായൽ. ഓപ്ഷൻ സി ആണ് ആൻസർ. പുന്നമടക്കായൽ. 32-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941 ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി. ഇനി 33-ാമത്തെ ചോദ്യം, കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? AJ ദേശായി. AJ ദേശായി. ഓപ്ഷൻ സി ആണ് ആൻസർ. 34-ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലി. ഓപ്ഷൻ ബി സൈലന്റ് വാലി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയ. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. മേഘാലയ. 36-ാമത്തെ ചോദ്യം, കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷമാണ്? 1973 കേട്ടോ. 1973. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇന്ത്യയുടെ 14-ാമത് ഉപരാഷ്ട്രപതി ആരാണ്? 14-ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻഖർ. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ജഗദീപ് ധൻഖർ ആണ് ആൻസർ. 38, വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ എത്രാമത്തെ സ്ഥാനം? ഇന്ത്യക്ക് 7-ാം സ്ഥാനമാണ് കേട്ടോ. 7-ാം സ്ഥാനം. ഓപ്ഷൻ സി ആണ് ആൻസർ. 7-ാം സ്ഥാനം. 39, കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് മന്ത്രിയുടെ പേരാരാണ്? സജി ചെറിയാൻ. മീൻകുട്ടിയാ ചൊറിയോ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചോ. മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന ആരാണ്? സജി ചെറിയാനാണ്.
40ാമത്തെ ചോദ്യം, കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ സി മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? മുത്തങ്ങ. 41ാമത്തെ ചോദ്യം, 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത്? ചൈനയിലാണ് കേട്ടോ. ചൈനയിൽ എ ആണ് ആൻസർ കേട്ടോ. 42ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറ്. 43ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ഓപ്ഷൻ സി ഉത്തര മഹാസമതലം. ഇതാണ് ഉത്തര മഹാസമതലം. 44 സ്ഥിരം ചോദ്യമാണ്. ചരക്കു സേവന നികുതി GST എന്നാണ് നിലവിൽ വന്നത്? നമുക്കറിയാം 2017 ജൂലൈ 1 കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി. 44 ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരാണ്? നമുക്കറിയാം നമ്മുടെ SCERT പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഗോദാനൊക്കെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഗോദാൻ ആരുടെയാണ്? പ്രേംചന്ദിൻ്റെയാണ് കേട്ടോ. ഗോദാൻ പ്രേംചന്ദ്. 46ാമത്തെ ചോദ്യം, ഒളിമ്പിക്സ് ഇനത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഏഷ്യ കേട്ടോ. ഒളിമ്പിക്സ് ഇനത്തിലെ മഞ്ഞ വളയം ഏഷ്യയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. 46. 47ാമത്തെ ചോദ്യം, 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഓപ്ഷൻ ഡി അല്ലു അർജുൻ കേട്ടോ. അല്ലു അർജുനെയാണ്. 48 മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ്? തുറന്നിട്ട വാതിൽ. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി UAE കേട്ടോ. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? UAE. 50 രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ എ ഹൈദരാബാദിലാണ്. 51ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO വിക്ഷേപിച്ചവ അല്ലാത്തത് ഏതെന്നാണ്? ലാൻഡർ, റോവർ, ഓർബിറ്റർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ഇതിൽ ലാൻഡറും റോവറും പ്രൊപ്പൽഷൻ മൊഡ്യൂളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഓർബിറ്റർ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. 52 താഴെ പറയുന്നവയിൽ അമൃത ഷെർഗിലിൻ്റെ ചിത്രം ഏതാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ അല്ല. ഭാരതമാത അല്ല. അപനീന്ദ്രനാഥ് ടാഗോറിനാണ്. സതി ഗ്രാമീണ ചെണ്ടക്കാരൻ, ഇത് രണ്ടും അല്ല. ഓപ്ഷൻ ഡി ഗ്രാമീണ ജീവിതം അമൃത ഷെർഗിൽ. ഓർത്തിരിക്കുക, ഗ്രാമീണ ജീവിതം ആരുടെയാണ്? അമൃത ഷെർഗിലിൻ്റെയാണ് കേട്ടോ. 53ാമത്തെ ചോദ്യം, അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഏതാണ്? കണ കേട്ടോ. റിക്കറ്റ്സ് കണ അതിൻ്റെ അസുഖമാണ് കേട്ടോ. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണ്? കണയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 54ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? കൽക്കരി പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. സൂര്യൻ പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. ഓപ്ഷൻ 2 തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. അതാണ് ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി 54 ഓപ്ഷൻ ബി ആണ് ശരി കേട്ടോ. 55ാമത്തെ ചോദ്യം, വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. മുതിയം കടൽ തീരം. ഓപ്ഷൻ ബി ആണ് മലപ്പുറം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏതാണ്? അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഓപ്ഷൻ സി 2023 കേട്ടോ. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏതാണ്? ആർദ്രം പദ്ധതി. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ആർദ്രം പദ്ധതിയാണ്. 58ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഉളിപ്പല്ല് ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ, കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ, ചർവണകം ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ, അഗ്രചർവണകം ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. ഇതിൽ ഓപ്ഷൻ ബി രണ്ടാമത്തെ കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ, അതാണ് ശരിയായ ജോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി. 58 ഓപ്ഷൻ ബി ആണ് ആൻസർ. 59ാമത്തെ ചോദ്യം, ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഓപ്ഷൻ സി പയറാണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ സി പയർ. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? 60ാമത്തെ ചോദ്യം, കൂട്ടത്തിൽപ്പെടാത്തത് ഏത്?
മെൻഡലേവിയം, റുദർഫോർഡിയം, ടൈറ്റാനിയം, ക്യൂറിയം. ഏതാണ്? ഓപ്ഷൻ ബി ടൈറ്റാനിയമാണ് കേട്ടോ, ടൈറ്റാനിയം. അടുത്ത ചോദ്യം 61. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ഒന്ന്, കണികകളുടെ ഊർജ്ജം കൂടുന്നു, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു, കണികളുടെ ചലനം കുറയുന്നു. ആദ്യത്തെ മൂന്നെണ്ണം, കണികളുടെ ഊർജ്ജം കൂടുന്നു, കണികൾ തമ്മിലുള്ള അകലം കൂടുന്നു, കണികൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു, അതാണ് ശരി. ഓപ്ഷൻ സി ആണ് ശരി കേട്ടോ. ലോകത്തിലെ ഏറ്റവും ചെറിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് കേട്ടോ? ഓപ്ഷൻ ബി ആണ് ജപ്പാൻ. ചോദിക്കും, ഇനിയും ചോദിക്കാൻ ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ളൊരു ചോദ്യമാണത് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60A ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ജപ്പാൻ. ഇത് 63ാമത്തെ ചോദ്യമാണ്. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അതാണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഉൾപ്പെടാത്തത് കേട്ടോ. ഉൾപ്പെടാത്ത കാര്യം അതാണ് കേട്ടോ. വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളത് അത് ഉൾപ്പെടാത്ത കാര്യമാണ്, അതാണ് എന്ത് ആൻസർ കേട്ടോ. 64ാമത്തെ ചോദ്യമാണ്. 64ാമത്തെ ചോദ്യം, മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഉത്തരം കണ്ടെത്തുക. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു, വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു, വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു, വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നു. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി, വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു. ഓക്കെ അല്ലേ? അടുത്തത്, മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ, കോൺവെക്സ് ലെൻസ് കേട്ടോ. മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 66ാമത്തെ ചോദ്യം, ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏതെന്നാണ്? ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, ഊഞ്ഞാലിൻ്റെ ചലനം, മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം, ജെയിൻറ്റ് വീലിൻ്റെ ചലനം. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ജെയിൻറ്റ് വീലിൻ്റെ ചലനം കേട്ടോ. ഉദാഹരണമല്ലാത്തതാണ് കേട്ടോ ചോദിച്ചേക്കണം. ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ജെയിൻറ്റ് വീലിൻ്റെ ചലനമാണ്. 67, രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് എന്താണ്? ഏതാണ്? ഓപ്ഷൻ എ, സ്ഫിഗ്മോ മാനോമീറ്റർ കേട്ടോ. സ്ഫിഗ്മോ മാനോമീറ്റർ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 68, രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏത്? കൊഴുപ്പിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ പ്രമേഹം ഉണ്ടാവില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി. 69, എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ഏതിനെയാണ്? ഓപ്ഷൻ സി, ലിംഫോസൈറ്റ്. ഏതാണ്? ലിംഫോസൈറ്റ് കേട്ടോ. ലിംഫോസൈറ്റ്. 70ാമത്തെ ചോദ്യം, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് എന്താണ്? ഓപ്ഷൻ എ, WIFS ആണ് കേട്ടോ. WIFS. ഓപ്ഷൻ എ ആണ് ആൻസർ. 71, കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ഡി, ബാലമിത്ര കേട്ടോ. ബാലമിത്ര. 72, താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരുന്നില്ല? ഒന്ന്, ലൈംഗിക ബന്ധത്തിലൂടെ, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ, സിറിഞ്ച്, സൂചി എന്നിവയിലൂടെ. ഏതാണ് പകരുന്നില്ലാത്തത്? കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ പകരുന്നില്ല എയ്ഡ്സ്, അത് ഓർത്തിരിക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ. 73, സിയാച്ചിനിൽ ആദ്യമായി നിയമിതനായ വനിതാ മെഡിക്കൽ ഓഫീസറാണ്? ക്യാപ്റ്റൻ ഗീതിക കൗളാണ് കേട്ടോ. ക്യാപ്റ്റൻ ഗീതിക കൗൾ. 74, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരമാണ് കൊൽക്കത്ത. ഓപ്ഷൻ ബി, കൊൽക്കത്ത. 75ാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ഡി, തുടങ്ങനാട് കേട്ടോ. ഓപ്ഷൻ ഡി, തുടങ്ങനാടാണ്. 75, ഓപ്ഷൻ ഡി. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? 28% കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ, 28%. അടുത്ത ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ക്ഷയം, എലിപ്പനി, ചിക്കൻ ബോക്സ്, ഡിഫ്തീരിയ. ഏതാണ്? ചിക്കൻ ബോക്സ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ.
നിപ്പ വൈറസിൻ്റെ അടുത്ത ചോദ്യമാണ് 78. നിപ്പ വൈറസിൻ്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏതാണ്? വവ്വാല്. ഓപ്ഷൻ എ വവ്വാല് കേട്ടോ. നിപ്പ വവ്വാല് നമുക്കറിയാവുന്നതാണ് അതൊക്കെ. 79. ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ്. അതെ, നമുക്കിപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചെങ്കിൽ നമുക്ക് ഷുഗർ വരും അല്ലേ? ഷുഗർ വന്നാൽ മെലിഞ്ഞു പോകും. ഡയബറ്റിസ് മെലിറ്റസ്. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഡയബറ്റിസ് മെലിറ്റസ്. 80. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ്? ഓപ്ഷൻ സി ഇരുമ്പ് കേട്ടോ. ഓപ്ഷൻ സി ഇരുമ്പ് കേട്ടോ. 81ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 80 ആണ് കേട്ടോ. 80, 81, 80 ആണ് ആൻസർ. ഓപ്ഷൻ എ. 82ാമത്തെ ചോദ്യം. 600 രൂപയ്ക്ക് 20% ലാഭത്തിൽ വിറ്റ ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില എത്രയെന്നാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 500 ആണ്. 500 കേട്ടോ. 83ാമത്തെ ചോദ്യം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1 മണിക്കൂർ 50 മിനിറ്റ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. 84ാമത്തെ ചോദ്യം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 632.13 ആണ് കേട്ടോ. 85ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 20 ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ എ 20 ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ 20. ഇനി 86ാമത്തെ ചോദ്യം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 7 ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ സി 7 ആണ് ആൻസർ. ഇനി ഓപ്ഷൻ 87ാമത്തെ ചോദ്യം 28. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി 28 ആണ് ആൻസർ. 88ാമത്തെ ചോദ്യം. 88ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ 88ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 27 കേട്ടോ. ഓപ്ഷൻ സി 27. 89ാമത്തതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി കേട്ടോ. 5, 11, 17, 22. ഓപ്ഷൻ ഡി. 90ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 3, 1, 2, 4 കേട്ടോ. 91 കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? 51 കേട്ടോ. 51 ഓപ്ഷൻ സി ആണ് ആൻസർ. 92ാമത്തതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 25 കേട്ടോ. ഓപ്ഷൻ സി ആണ്. 25 ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ്. ഇനി 88ാമത്തതിൻ്റെ ആൻസർ 130 കിലോമീറ്റർ കേട്ടോ. 130 ആണ് 88ാമത്തെ. 93ാമത്തതിൻ്റെ ആൻസർ കേട്ടോ. ഇനി 94ാമത്തതിൻ്റെ ആൻസർ 0 ആണ്. 94, 0. 95ാമത്തെ ചോദ്യം. 61ൽ എത്ര 6ൽ ഒന്നുകളുണ്ട്? ഓപ്ഷൻ എ 366 ആണ് ആൻസർ. 96 3030 ÷ 15 + 15 ഏതാണ് ആൻസർ? ഓപ്ഷൻ എ 217 ആണ് കേട്ടോ. 97ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 36 ആണ്. 98 ചെറുത് ഏത് എന്നുള്ളത് 8/13 കേട്ടോ. 8 ഓപ്ഷൻ ബി 8/13 ആണ് ആൻസർ. ഇനി 99ാമത്തത് ഓപ്ഷൻ സി ആണ്. 0.000754 അതാണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി. 100ാമത്തതിന് ആൻസർ ഓപ്ഷൻ ഡി 1/4 ആണ്. 100ാമത്തതിന് ആൻസർ കേട്ടോ.